ഹരി ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമോ എന്തോ? നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കുറച്ചും വിളിച്ചിട്ട് ഹരി കിട്ടിയില്ല. VIP ആണോ അങ്ങോട്ട് വിളിച്ച് ലഞ്ചിനെ പറ്റി അന്വേഷിക്കാൻ? വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഹരിയെ വിളിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടോ? ഞാൻ സജീവനോട് സംസാരിച്ചേ. ഓ, നമുക്ക് ഒബ്ജക്ഷൻ ഇല്ലേ? ഹരിയുടെ മുമ്പിൽ വെച്ചുള്ള നിന്റെ ഈ സംസാരം ചിലപ്പോൾ അധികം പറ്റാവുന്നുണ്ടേ. എപ്പോഴാ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാന്നറിയില്ല. ഉള്ളതാ, ഞാനും അതിനോട് യോജിക്കുന്നു. ഇതാ എനിക്ക് മനസ്സിലാവാത്തത്. ഹരിപ്രസാദ് അന്യനല്ല, ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണെന്ന് അമ്മ പറയും. സംസാരിക്കുന്നതിൽ ഫോർമാലിറ്റി വേണം, ശബ്ദം ഉയർത്തരുത് എന്നൊക്കെ മോനും പറയും. ഞാൻ ഇതിൽ ഏത് അഭിപ്രായം കേൾക്കേണ്ടത്? രണ്ട് അഭിപ്രായം കേൾക്കണം. ഓ, എങ്ങനെയെങ്കിലും ജോലി കിട്ടി ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി. അതോടെ ഞങ്ങളും രക്ഷപ്പെടും. ദേ സജീവേട്ടാ, മതി രണ്ടുപേരും കൂടി ഒന്നും രണ്ടും പറഞ്ഞത്. ആഹാരത്തിന് മുന്നിലിരുന്നാണോ വഴക്ക് കൂടുന്നത്? ഇവളോട് മിണ്ടാതിരിക്കാൻ അമ്മ പറ. മിണ്ടാതിരുന്ന എങ്ങനെയാ? കാര്യങ്ങൾ പരസ്പരം സംസാരിക്കണ്ടേ? എന്താണോ ഇത്ര സംസാരിക്കാൻ? വിഷയമുണ്ട്. പ്രിയപുത്രൻ അറിയാതെ സതീമ ചില അണിയറ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു റെക്കമെൻഡേഷനും കൊണ്ട് എന്റെ അടുത്ത് വന്നിരുന്നു. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കാണ്, ഞാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണത്തിന് നിന്നു കൊടുക്കണമെന്ന്. ഓ, അതാണോ? ഞാൻ ഹരിയോട് പറഞ്ഞതാ ഇവൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന്. അമ്മയാങ്ങളെയും പറയുന്ന പോലെ അല്ലല്ലോ മറ്റൊരാൾ സംസാരിക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ട് മാഷിന്റെ സ്റ്റഡി ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ കല്യാണത്തിന് സമ്മതം മൂളിക്കഴിഞ്ഞു. ഇനി ഒരു കോന്തനെ കണ്ടുപിടിച്ചാ മതി. അപ്പൊ കോന്തനായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ദേ, മതി മതി. ഞാൻ ആലോചിക്കായിരുന്നേ, സൂക്ഷം പോലെ ഹരിയുടെ അച്ഛനും അമ്മാവനും കൂടി വന്നപ്പോ ഇവളിവിടെ ഇല്ല. കല്യാണ നിശ്ചയത്തിന് പോയിരിക്കല്ലായിരുന്നോ? ഓ ഭാഗ്യം, ആ സീനിയർ സിറ്റിസൻസിനെ കാണേണ്ടി വന്നില്ലല്ലോ. അവർക്ക് നിന്നെ ഒന്ന് കാണായിരുന്നല്ലോ. അതെന്തിനാ അവരെന്നെ കാണുന്നത്? നമ്മുടെ ഹരിയുടെ അച്ഛനും അമ്മാവനും അല്ലേ? ഞാനൊരു കാര്യം തുറന്നു പറയുക, ശ്രുതി കേൾക്കാനാ. മറ്റാരുടെ അഭിപ്രായമല്ല, എന്റെ മനസ്സിൽ തോന്നിയ കാര്യമാ. അമ്മയൊന്ന് പറയുന്നുണ്ടോ? നിന്നെ എന്തായാലും സന്യസിക്കാൻ വിടില്ല ഞങ്ങള്. കല്യാണം കഴിച്ചേ പറ്റൂ. എന്നാ എന്തുകൊണ്ടത് ഹരിപ്രസാദ് ആയിക്കൂടാ? ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ട് യോഗ്യന ഹരി. നിങ്ങൾ തമ്മിൽ ചേരുകയും ചെയ്യും അല്ലേ സജീവേ? അങ്ങോട്ട് എന്തിനാ ചോദിക്കുന്നേ? എന്റെ അഭിപ്രായമല്ലേ ചോദിക്കേണ്ടത്. എന്നാ നീ പറ. അമ്മയുടെ ബുദ്ധി എനിക്ക് മനസ്സിലായി. ഞാൻ ജോലിക്ക് പോരുത്, മറ്റേതെങ്കിലും നാട്ടിലേക്ക് തീരെയും പോരുത്. അതിനുള്ള കണ്ടുപിടുത്ത ഈ കല്യാണക്കുരുക്ക്. ഹരിപ്രസാദിനെ നിനക്ക് ഇഷ്ടമാണോ? അത് പറ. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഹരിപ്രസാദിനെ ഇഷ്ടമാണോന്ന് പറ. ഇത് വലിയ കഷ്ടമായല്ലോ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഈ പെണ്ണൊരു പ്രത്യേക ടൈപ്പാ. എന്ത് ടൈപ്പാണെങ്കിലും ഹരി സമ്മതിച്ച ഞാൻ ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഹരിക്ക് നാട്ടിലെന്തോ പ്രപ്പോസൽ ഉണ്ടെന്നല്ലേ ഫാദർ പറഞ്ഞു. അത് സാരില്ല, ഇതാണ് വിധിച്ചെങ്കിൽ ഇതേ നടക്കൂ. ഉദയേട്ടൻ എന്താ ഇവിടെ വീടിന്റെ പിന്നാമ്പുറത്ത് വന്നിരിക്കുന്നത്? ഇതെന്താ നിരോധിത മേഖലയാണോ? ഇത് ചോദിക്കാൻ വേണ്ടിയാണോ അങ്ങോട്ട് വന്നത്? ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളതാണോന്ന് അറിയണമെന്ന് വിചാരിച്ചു. താഴത്തെ മുറി അടിച്ചു വാരിയപ്പോ അവിടെ കിടന്നതാ. ആ, ആവശ്യമുള്ള ബുക്സാ. എന്നാ ഉദയേട്ടന്റെ ഷെൽഫിൽ വെച്ചേക്കാം. ഇങ്ങോട്ട് തന്നാ മതി, ഞാൻ വെച്ചോളാം. നേരത്തെ നന്ദന ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇതൊന്നും ശ്രദ്ധയില്ലെന്ന് തോന്നുന്നു.
ഓഫീസിലെ കാര്യങ്ങൾ ഓർത്തോണ്ട് പറഞ്ഞതാ ഞാൻ. ടെക്സ്റ്റൈൽസിൽ 2-3 സെയിൽസ് ഗേൾസിനെ വേണമെന്ന് കുറേയായി അവിടുത്തെ മാനേജർ പറയുന്നു. എനിക്ക് വേണമെങ്കിൽ നിയമിക്കാം, പക്ഷേ അതല്ലല്ലോ മര്യാദ. കൂട്ടായി ആലോചിക്കണമെന്ന് തോന്നിയിട്ട് മാനേജറെ കൊണ്ട് നന്ദനയോട് സംസാരിപ്പിച്ചു. ഇപ്പൊ പുതിയ ആരെ അപ്പോയിന്റ് ചെയ്യേണ്ടെന്ന് നന്ദന പറഞ്ഞു. അതെന്താ? ഉദയേട്ടൻ പറ എന്താ കാരണമെന്ന്. ബിസിനസ് കൂടിയതുകൊണ്ടാണല്ലോ പുതിയ സെയിൽസ് ഗേൾസിന് വേണ്ടി വന്നത്. ടൂറിസ്റ്റ് ഹോമിലും ഒരു ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റിന്റെ കുറവുണ്ട്. അത് ചോദിച്ചപ്പോഴും നന്ദനയ്ക്ക് താല്പര്യമില്ല. എന്തായാലും കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് പുതിയ സ്റ്റാഫിനെ എടുക്കുന്നത്. കുറച്ചു നാളെന്ന് നന്ദന പറഞ്ഞതിന്റെ അർത്ഥം ഉദയേട്ടന് മനസ്സിലായി കാണുമായിരിക്കും. ഇല്ല, മനസ്സിലായില്ല. നിങ്ങൾ ഒത്തുപോകുന്ന കാര്യത്തിൽ അമ്മ ഒരു നിബന്ധന വെച്ചിട്ടില്ലേ? ആ സമയപരിധി മുന്നിൽ കണ്ടുകൊണ്ടാ നന്ദന ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് കരുതി നന്ദന ബന്ധം ഏർപ്പെടുത്തി എല്ലാം ഇട്ടെറിഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ബിസിനസ്സിൽ നന്ദനയ്ക്ക് ഭയങ്കര ആത്മാർത്ഥതയാ പ്രതിബദ്ധതയാണെന്നൊക്കെ അമ്മ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആത്മാർത്ഥതയും പ്രതിബദ്ധതയൊന്നും ഞാൻ കാണുന്നില്ല. എന്റെ ബുക്കുകൾ സൂക്ഷിക്കാത്തതുകൊണ്ടും പുതിയ സ്റ്റാഫിനെ നിയമിക്കാത്തതും കൊണ്ടാണോ കാർത്തിക ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത്? അത് മാത്രമല്ല, മൊത്തത്തിൽ നന്ദനയ്ക്ക് എന്തോ ഒരു ഉഴപ്പുണ്ട്. അമ്മയോടും പഴയ അടുപ്പമില്ല. മിക്കവാറും കാണാം എന്തോ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ആരെയാ എന്താ ഓർക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ആ, ഹരിയേട്ടന്റെ മെസ്സേജാ. അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചു എന്ന്. അമ്മയ്ക്ക് ഇന്നലെ BP കൂടിയ കാര്യം അറിഞ്ഞു ഉദയേട്ടൻ? ആ, പറഞ്ഞു. ഡയബറ്റീസിന്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. മരുന്ന് കഴിപ്പിക്കാനാ വിഷമം. ആകെ ഈ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു സ്വസ്ഥതയില്ല. ഞാൻ എരിയോട്ടനോട് പറയുമായിരുന്നു ഒരു ജോൽസിനെ കണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കാന്ന്. വീട്ടിലേക്ക് ആവശ്യമായ സ്വസ്ഥത ജോത്സ്യം പ്രശ്നത്തിൽ നിന്ന് എടുത്തു തരുന്നതാണോ? ഉദയേട്ടൻ അതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ. ഞാൻ പറയുന്നത് കൂട്ടാക്കണ്ട. ഉദയേട്ടൻ നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന വീടാ ഇത്. ഒരൊച്ചപ്പാടോ ബഹളോ ഒന്നും ഉണ്ടായിട്ടില്ല. യതിയേട്ടൻ ബിസിനസ് കാര്യങ്ങൾ നോക്കും, ഞാനും അമ്മയും കൂടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കും. ഉദയേട്ടനാണെങ്കിൽ നാടകത്തിന്റെ ആവശ്യങ്ങൾക്കും പോകും. ആരും തടസ്സത്തിന് വന്നിട്ടില്ല. അമ്മയ്ക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഉദയേട്ടൻ കല്യാണം കഴിക്കാതിരുന്നതിനെ ചൊല്ലിയ. എന്നാ ഇപ്പോഴത്തെ കാര്യോ? എന്ന് ഓരോരോ പ്രശ്നങ്ങൾ, മുഷിഞ്ഞുള്ള സംസാരങ്ങൾ, ബിസിനസ്സിനും താളപ്പിഴകൾ. ചുരുക്കി പറഞ്ഞാൽ സമാധാനമില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഉദയേട്ടനും അങ്ങനെ തോന്നുന്നില്ലേ? എന്തോ എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. അതിന്റെ കാരണവും അറിയാം. നമ്മൾ പറയുമ്പോ അന്ധവിശ്വാസമാവും. എന്നാലും ഉദയേട്ടന് വിവരമുള്ളതുകൊണ്ട് ഞാൻ പറയാം. ചിലര് വന്നു കയറിയാലേ വീടിന് അതിൻ്റെതായ ഗുണം ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. ഞാൻ വലതുകാല് വെച്ച് കയറിയ സമയത്ത് ഈ കോവിലകത്തിന് ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടായിട്ടില്ല. നന്ദനയും വലതുകാലം വെച്ചാണ് കയറിയത്, പക്ഷെ ദോഷമുണ്ടായി. ഇതല്ലേ കാർത്തിക പറയാൻ പോകുന്നു? അതെ, അത് തന്നെ. അത് ജന്മനാളിന്റെയാണോ ജാതകത്തിന്റെയാണോ അതോ മനസ്സിന്റെയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും അനുഭവസാക്ഷിയുള്ള കാര്യമോ. ഉദയേട്ടൻ വേറൊന്നും വിചാരിക്കരുത്. ഈയിടെ ആലോചിച്ചപ്പോഴാ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നന്ദനയെ പ്രസവിച്ച സമയത്ത് വിദ്യേച്ചിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. തീരെ കുഞ്ഞായിരിക്കുമ്പോഴല്ലേ കൊച്ചിനെ ഉപേക്ഷിച്ചത്. പിന്നെ ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് നല്ലൊരു കല്യാണമായി 2 ആൺമക്കളായിട്ടാ. നന്ദനയപ്പോ അച്ഛന്റെ നാട്ടിലായിരുന്നല്ലോ. ആ വീട്ടിലും പ്രശ്നങ്ങളായിരുന്നു. എന്തിനധികം ആ മനുഷ്യൻ ആയുസ് എത്തുന്നതിന് മുമ്പേ മരിച്ചു. അവിടുന്ന് ഉദിയന്നൂരെത്തി നന്ദന. അതോടെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. എന്നും വഴക്കും ബഹളവും. വിദ്യേച്ചിയുടെ അനിയത്തി സേതുലക്ഷ്മി ആയിരുന്നു നന്ദനയുടെ വലങ്കൈ. ഓടിച്ചാടി നടന്ന സേതുലക്ഷ്മി ഒരു ദിവസം ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നു. തീർന്നില്ല, നന്ദനയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത മുത്തശ്ശി അന്ന് തളർന്നു വീണു. പിന്നീട് എഴുന്നേറ്റിട്ടില്ല. ഇപ്പതേ മരിക്കുകയും ചെയ്തു. നന്ദന ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാനായിട്ട് വിശദീകരിക്കണ്ടല്ലോ.
ഒരു ജലദോഷം പോലും വന്നിട്ടില്ലാത്ത അമ്മയ്ക്ക് BP പെട്ടെന്ന് അങ്ങ് കയറി. കൊളസ്ട്രോളും ഉണ്ടെന്നാ തോന്നുന്നേ. എല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചാ എന്താ നമ്മൾ മനസ്സിലാക്കണ്ടേ? എങ്കിൽ നന്ദനെ പാകിസ്ഥാനിലേക്ക് ഒന്ന് അയച്ചു നോക്കിയാലോ? അതോടെ അവിടുത്തെ കാര്യത്തിലൊരു തീരുമാനമാവല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, ആർക്കും നമ്മൾ പറയുന്നത് വിശ്വാസമല്ലെന്ന്. ഇത്രയും സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച ഞാൻ മണ്ടി. അനുഭവം ഉണ്ടാകുമ്പോ മനസ്സിലായിക്കോളും. ഒരു ഉപകാരം ചെയ്താൽ നന്നായിരുന്നു. ഇവിടെ പറഞ്ഞ വിവരങ്ങൾ അമ്മയുടെ മുമ്പിൽ വിളമ്പരുത്. വെറുതെ അമ്മയെ ടെൻഷൻ എടുപ്പിക്കണ്ട. ഞാനൊന്നും പറയുന്നില്ലേ. ഒരു കാര്യം ഉദയേട്ടൻ മനസ്സിൽ വെക്കണം. നന്ദന എന്തെല്ലാമോ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മൗനം ഞാൻ പെരുമാറ്റത്തിൽ കാണുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ആർക്കും ഗുണമുണ്ടാവുന്ന കാര്യമാണെന്ന് വിചാരിക്കണ്ട. ഒന്ന് ശ്രദ്ധിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും വരാനില്ല. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ വെറുതെ വന്നതാ. പകൽ ഉണങ്ങാനിട്ട തുണി വല്ലതും ടെറസിലുണ്ടോ നോക്കാൻ വന്നതാ. അപ്പൊ ഇങ്ങോട്ടൊന്ന് വന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചില്ലല്ലോ. ഇത് ശ്രുതിയുടെ വീട്. ഇഷ്ടമുള്ളപ്പോ വരുന്നതിനെന്താ? വായിക്കാൻ ബുക്സ് വല്ലതും കയ്യിലുണ്ടോ? ബുക്സ് ഒരെണ്ണമുണ്ട്. ഇൻട്രസ്റ്റിംഗ്. നോവലാ? അല്ല, സംസ്ഥാന വൈദ്യുതി ബോർഡ് ഉപഭോക്താവിന്റെ ചങ്ങാതി. വായിച്ചാൽ ഒരുപാട് വിവരങ്ങൾ അറിയാൻ കഴിയും. ഓ, വലിയൊരു തമാശ. തന്നെ ഇരുന്നങ്ങ് വായിച്ചാ മതി. ഞാൻ വായിച്ചതാ. ഞായറാഴ്ച നാട്ടിൽ പോന്നെന്ന് പറഞ്ഞിട്ട്? പോണം. അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്? ഞാൻ ചെല്ലുമ്പോ ഞങ്ങള് 3 പേരുണ്ടാവും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശ്രുതി ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലേ ഉള്ളൂ ഞാൻ. അതിന് താൻ ദേഷ്യപ്പെടുന്ന എന്തിനാ? എനിക്കറിയാം, നാട്ടിൽ പോകുന്ന ജാടയാ. തിരിച്ചിങ്ങോട്ട് തന്നെയാ വരുന്നതെന്ന് ഓർമ്മ വേണം. തിരിച്ചു വരാതിരുന്നാലോന്നാ ആലോചിക്കുന്നെ. എന്താ? ഒന്നുമില്ല. മനസ്സിലായി. കല്യാണം ആലോചിക്കുന്നതായിട്ട് അറിഞ്ഞു. 2-3 ആലോചനകൾ വന്നിട്ടുണ്ടെന്ന് അമ്മാവൻ പറഞ്ഞത്. ഒന്നൊരു ടീച്ചറാ, പിന്നൊരാള് LD ക്ലർക്ക്, മറ്റൊരു കുട്ടി എഞ്ചിനീയറിംഗിന് പഠിക്കുക. സർക്കാർ ജോലിക്കാരെയും എഞ്ചിനീയറും ഒക്കെ കല്യാണം കഴിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്താ, അവർ ഉപദ്രവിക്കോ? വളിപ്പടിക്കാതെ മാഷേ. അവരവർക്ക് ചേർന്നവരെ കണ്ടെത്തിയാണ് കല്യാണം കഴിക്കേണ്ടത്. അമ്മയെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണ് മാഷിന് നല്ലത്. ആ കക്ഷി എന്നെയും സ്നേഹിക്കണമെന്നാ എന്റെ ആഗ്രഹം. അമ്മയെ സ്നേഹിക്കുന്ന പെൺകുട്ടി ഹസ്ബൻഡിനെ സ്നേഹിക്കാതിരിക്കില്ല. അപ്പോ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോ ഒരു പ്രപ്പോസലിന് കൈ കൊടുക്കണ്ടെന്നാണോ? കൈ കൊടുത്താലും ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. അല്ല, ശ്രുതി പറഞ്ഞത് കേട്ടിട്ട് എനിക്കങ്ങനെയാ തോന്നിയത്. അത് പറഞ്ഞതിന്റെ അല്ല, കേട്ടതിന് കുഴപ്പ. ചിലപ്പോ ആയിരിക്കും. ഒരു ദിവസത്തെ അവധിക്ക് വീട്ടിൽ പോണമെന്ന് തന്നെ ആലോചിക്കേ. കാല് സുഖപ്പെട്ട് വന്നിട്ട് അധികമായില്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇഷ്ടം പോലെ ചെയ്യേ. സുമിത്ര ആന്റി, കൊറേ ആയല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കഴിഞ്ഞ മാസം ഓണമായിരുന്നു, ഇനി ക്രിസ്മസ് വരുന്നു. ഇപ്പോഴും വാടക വീട്ടിൽ തന്നെയാണോ താമസം? അല്ല, ടൗണിലെ
2-3 ഏക്കർ സ്ഥലം വാങ്ങി ഒരു ബംഗ്ലാവും വെച്ചു. അങ്ങോട്ട് താമസം മാറി. ആന്റിക്ക് ഇപ്പോഴും എന്നോട് പിണക്കമാണെന്ന് തോന്നുന്നു. എനിക്ക് ആരോടും പിണക്കോ ഇല്ല ഇണക്കോ ഇല്ല. അമ്പിളിയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? വിവരം ഇല്ലെങ്കിൽ നീ പോയി അന്വേഷിച്ചു കൊണ്ടുവരുമോ? ഒരു കുശലാന്വേഷണം. എനിക്കിപ്പോ തൃശ്ശൂരാ ജോലി. ഓ, ആന്റി, നന്ദനെ അവിടെയാ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞാൻ അയാളെ കണ്ടു. സാമ്പത്തികമായിട്ട് നല്ലൊരു ചുറ്റുപാടില്ല. ഞാൻ നന്ദനോട് പറയാം സുമിത്ര ആന്റി ഒന്ന് വിളിക്കാൻ. എന്തിനാ? വേണ്ട. അല്ല ആന്റി, ഇത്രയും നാളും അവൾക്ക് തോന്നിയില്ലല്ലോ ഒന്ന് വിളിക്കാൻ. ഒരിക്കൽ അമ്മച്ചിയും കൊണ്ട് വന്നിരുന്നു. എന്നെ കാണാനല്ല, അവളുടെ അമ്മച്ചിക്ക് എന്നെ കാണിച്ചു കൊടുക്കാൻ. പിന്നെ ഒരു വിവരവും ഇല്ല. നമ്പർ കയ്യിൽ കാണും, അതോ കളഞ്ഞു പോയോ? ഏതായാലും ഒരുത്തി എന്നെ വിളിക്കണ്ട. ആരും അതിന് ശുപാർശ ചെയ്യാൻ വേണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനുള്ള മറുപടിയാ ഞാനിപ്പോ പറഞ്ഞത്. ഒരാളുടെ സഹായം എനിക്ക് വേണ്ട. സഹായിച്ചത്രേ മതി. നല്ല സ്ഥലത്തേക്കാണല്ലോ സ്ഥലം മാറ്റം കിട്ടിയത്. സ്ഥിരമായിട്ട് കാണാറുണ്ടോ? ഇല്ല. അതുപോരാ, എന്നും കാണണം. കല്യാണം കഴിഞ്ഞൊന്നും സാരാക്കണ്ട. നന്ദനെ കണ്ടുപോലും നാണില്ലല്ലോ നിനക്ക് എന്നെ കണ്ടപ്പോ ഇത് പറയാൻ. മനീഷ് എന്തെങ്കിലും ഒരു ഉറപ്പ് പറ. ഞാനെന്ത് പറയാനേട്ടാ? അതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? ദേ, നമ്മൾ തമ്മിൽ യാതൊരുവിധ ഇടപാടുകളും ഇല്ല. പിന്നെന്താ? മനീഷ് സുമിത്രയുടെ മകനാണോ? ആ, എന്നാ തോന്നുന്നേ. എന്തു വർത്തമാനമാണ് ഇയാള്? ആ, മോന. നിങ്ങൾ അമ്മയും മോനും കൂടെ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാണോ? ആ. എങ്കില് കാര്യപ്രാപ്തിയായ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് മനീഷിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. എനിക്ക് കാര്യപ്രാപ്തി ഇല്ലെന്നങ്ങ് വിചാരിച്ചാൽ മതി. പ്രശ്നം തീർന്നില്ലേ? ഇത് കരയിലൂടെയും വെള്ളത്തിലൂടെയും പറ്റിയെന്ന് പറഞ്ഞ പോലെയാണല്ലോ. നിങ്ങളുടെ അമ്മ എപ്പോ വരും അത് പറ. കടയിൽ പോയെന്ന് പറഞ്ഞല്ലോ, എപ്പോ വരുന്നു അറിഞ്ഞൂടാ. സുമിത്രയൊന്ന് വിളിച്ചു നോക്ക്. അമ്മയുടെ ഫോണൊന്നുമില്ല. ഇല്ല, അല്ല, അറിയില്ല, എന്ത് ചോദിച്ചാലും നോ. ഇങ്ങനെ ചെറുപ്പക്കാരുണ്ടോ? ആ, ഉണ്ട്. മനീഷ, ഇതൊന്നും അത്ര ശരിയായ രീതിയല്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓ, ശരിയേട്ടാ. ആ, ദേ വന്നു. ഓ, എന്താന്ന് വെച്ചാ ചോദിക്ക്. എന്താ സുമിത്ര ഇത്? ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു. എങ്ങോട്ടെങ്കിലും പോകുമ്പോ ആ ഫോണൊന്ന് കയ്യിലെടുത്തൂടെ? അതിന്റെ ചാർജ് പോയിരിക്കുക. മോനും കൊള്ളാം, അമ്മയും കൊള്ളാം. കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ മനുഷ്യല്ല ഇവിടെ. സുമിത്ര തന്നെ ഇതിനൊക്കെ മെനക്കെടണോ? സ്വന്തമായിട്ടൊരു കടയുള്ളടുത്ത് പോകാൻ അവന് മടിയാ. പിന്നെയല്ലേ. ആ, അതെന്തെങ്കിലും ആകട്ടെ, അത് നിങ്ങളുടെ കാര്യം. ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് വരാം. തീയതി ഇന്ന് എത്രയെന്നറിയാവൂ? ഒക്ടോബർ മാസം 31. നാളെ നവംബർ 1. കേരളപ്പിറവി ദിനം. കഴിഞ്ഞ മെയ് മാസത്തിൽ വീട്ടുവാടക തന്നതാ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 5 മാസത്തെ വാടക കുടിശ്ശികയായി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? 5000 രൂപ കണ്ണുമടച്ച് വാടക കിട്ടുന്ന വീടാ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വെറും 3000 രൂപയ്ക്കാ ഞാനിത് നിങ്ങൾക്ക് റെന്റിന് തന്നത്. അതും തരുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? വാടക തരാൻ ചന്ദ്രൻപിള്ളേ. തരില്ലെന്ന് പിന്നെ ആരെങ്കിലും പറയുമോ? എപ്പോഴെന്നാ എനിക്കറിയേണ്ടത്? പൈസ കൈ കിട്ടുമ്പോ, അല്ലാതെ ഇപ്പൊ എന്താ? സുമിത്ര വരുന്നത് വരെ ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ നിന്നയാളാ മനീഷ്. പിന്നെ തന്നെ ഇപ്പൊ അഭിപ്രായം പറയുന്നത്? ഞാനൊരു മാസച്ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്. അത് പിടിച്ചു കിട്ടി അടുത്ത മാസം വാടക തരാം. കെടുക്കൽ മുടങ്ങിക്കിടക്കുന്ന ചിട്ടിയാണോ? നിങ്ങൾ കാരണം ഞാൻ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ പോലും അബദ്ധനായി. ഓരോ നഷ്ടക്കോളിനും തലവെച്ചും പോയി. നഷ്ടക്കോളെന്നൊന്നും ചേട്ടൻ പറയണ്ട. ഈ വീടിന് വാടക അല്പം കുറവായിരിക്കും. പക്ഷെ ഞങ്ങളുടെ പനക്കിലെ തറവാടുണ്ടല്ലോ, വീടും സ്ഥലവും, അത് ചുളുവിലയ്ക്ക് കൈക്കലാക്കിയില്ലേ? ചുളുവിലയോ? ആ കാട്ടുമൂലയ്ക്കുള്ള പറമ്പിനെ 12 ലക്ഷം രൂപയാണ് ഞാൻ അങ്ങോട്ട് എണ്ണി തന്നത്. ഓ, 12 ലക്ഷം രൂപ. പറമ്പ് മാത്രമായിരുന്നോ ചന്ദ്രൻപിള്ളേ? വീടിന്റെ കാര്യം എന്താ പറയാത്തത്? കുറച്ചുള്ളിലേക്ക് ഒതുങ്ങിയിട്ടാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള വീടാ. പനക്കലക്കാരിയാണോ പറയുന്നത്? ബെസ്റ്റ്. അതെന്നെന്റെ കൈ കയറിയോ അന്ന് മുതൽ എന്റെ കഷ്ടകാലം തുടങ്ങി. ആ വീട്ടിൽ താമസിക്കാൻ പറ്റിയിട്ടില്ല. വാടകക്കാരും അന്വേഷിച്ചു വന്നിട്ടില്ല. ആകെയൊന്നും എനിക്ക് പെയിന്റ് അടിച്ചതിനായി രൂപ 1.25 ലക്ഷം.
ഞങ്ങൾ പറഞ്ഞോ അവിടെ താമസിക്കരുതെന്ന്? താമസിക്കാൻ കൊള്ളുന്ന വീടല്ലത്, അത്ര തന്നെ. ഐശ്വര്യം ഉണ്ടെന്ന് സുമിത്ര പറഞ്ഞല്ലോ. ആ വീടിന് ഇല്ലാത്ത ഒരേ ഒരു കാര്യമാണ് ഐശ്വര്യം. ആരുടെയോ ശാപം കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കില് അവളാ ശപിച്ചിട്ട് പോയത്, നന്ദന. നന്ദനയായാലും നന്ദനനായാലും അനുഭവിക്കുന്നത് ഞാനാ. ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്ന എന്തിനാ? കുറെ കൂടി നല്ല വിലയ്ക്കത് വിറ്റൂടെ? അതിനാര് വരും വാങ്ങിക്കാൻ? കുറെ കൂടെ നല്ല വില പോലും. എന്നാ ഒരു കാര്യം ചെയ്യും നിങ്ങൾ, ഞാനത് നിങ്ങൾക്ക് തന്നേക്കാം. ഞാൻ തന്ന വില തിരിച്ചു തന്നാൽ മതി, 12 ലക്ഷം. ആ നിമിഷം ഞാൻ പ്രമാണം എഴുതി തന്നേക്കാം. പോട്ടെ, 11 ലക്ഷം മതി. ഞാൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തലയൊന്നും ഒഴിഞ്ഞു കിട്ടുമല്ലോ. എന്താ കച്ചവടം ഉറപ്പിക്കാം? വീട്ടുവാടക തരാൻ നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോഴാണോ ചന്ദ്രപിള്ള ലക്ഷങ്ങളുടെ കണക്കും കൊണ്ട് വരുന്നത്? എന്നാ പിന്നെ വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഞാൻ അതിന്റെ പരിഭവം പോലെ അങ്ങ് ചെയ്തോളാം. ഈ വീടിന്റെ വാടക കാര്യത്തിൽ ഒരു തീരുമാനം പറ. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ക്ഷമിച്ചു. ഇനി ബുദ്ധിമുട്ടാ. ഒരാഴ്ചക്കകം തരും. വേണ്ട, 2 ആഴ്ച എടുത്തോ. പോട്ടെ, 1 മാസം. 1 മാസത്തിനുള്ളിൽ മുഴുവൻ വാടകയും കുടിശ്ശിക തീർത്ത് എനിക്ക് തന്നിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് ഇവിടെ ഇറക്കി വിടേണ്ടി വരും. പിന്നെ അതും ഇതും പറയരുത്. അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല. നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നോക്കട്ടെ ചന്ദ്രപിള്ളേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ശരി. എന്ത് കണ്ടിട്ടാടാ നീ ആളോട് തറുതലയും പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്? ഒരു ഗതിയും പരഗതി ഇല്ലാതെ നിൽക്കുക. അപ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല. പിന്നെന്താ, വല്ലവന്റെ മുന്നിൽ കയ്യും കെട്ടി ഓച്ചാനിച്ച് നിൽക്കണോ? ചിലപ്പോ വേണ്ടി വരും. അയാൾക്കേ കൊടുക്കാനുള്ള കടം വീട്ടിയിട്ട് ആണായിട്ട് നിൽക്കാനുള്ള കരുത്ത് വേണം. അതെ, ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച കടബാധ്യതൊന്നും അല്ലല്ലോ. വീട് വാടകയ്ക്ക് എടുത്തത് അമ്മയുടെ പേരില. വേണ്ട എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ. Yeah.